ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷ് ടെയിൽസ്. ഇന്നത്തെ വീഡിയോയില് ഞാൻ ഒരു ലേണിംഗ് സോഴ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ സ്ക്രാച്ച് വീഡിയോ ചെയ്തിരുന്നു, കുട്ടികളെ എങ്ങനെ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാമെന്ന്. അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഫ്രീ ആയിട്ട് ഒരു വേൾഡ് ക്ലാസ് ലേണിംഗ് റിസോഴ്സ് സൈറ്റിനെ കുറിച്ചാണ്. നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഇതൊരു പോപ്പുലർ വണ്ണാണ്, കിഡ്സ് യൂസും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഖാൻ അക്കാദമി. അക്കാദമിനെ കുറിച്ച് ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഗ്രേസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വർഷം, 2-3 വർഷം മുന്നേ ഞാനിങ്ങനെ ലേണിംഗ് സോഴ്സസ് എല്ലാം ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി നല്ല സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേക്കുന്നു, പ്രത്യേകിച്ച് മാത്സ് ലെസൺസ്. പിന്നെ അതല്ലാണ്ട് ഓരോ വീഡിയോ കഴിയുമ്പോഴും അതിനെ കുറിച്ചിട്ടുള്ള ലേണിംഗ് ക്വസ്റ്റ്യൻസും എക്സസൈസും പിന്നെ സ്കോറും എല്ലാം ഉണ്ട്. അപ്പൊ ഈ സ്കോറൊക്കെ കാണുമ്പോൾ കിഡ്സിന് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നും. അപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു വേൾഡ് ക്ലാസ് ട്യൂഷൻ കുട്ടികൾക്ക് അവൈലബിൾ ആണ്. എന്ത് നല്ലതല്ലേ ഇത്. ഖാൻ അക്കാദമിക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ. ഇതില് നമുക്കൊരു പ്രീ കിൻഡർ ഗാർഡൻ കിഡ്സിന് മുതല് 12th ഗ്രേഡ് കിഡ്സിന് വരെയുള്ള ലേണിംഗ് സോഴ്സസ് ഉണ്ട്. ഈവൻ SAT പ്രിപ്പറേഷൻ എല്ലാ വീഡിയോസും ഉണ്ട്. എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് വീഡിയോസ് കാണിച്ചുതരാം. എത്ര ഭംഗിയായിട്ടാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഞാൻ ഇതിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫൗണ്ടർ സൽമാൻ ഖാൻ. സൽമാൻ ഖാൻ MIT ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ അതിനുശേഷം ഒരു 2006 സാൽഖാന്റെ കസിന് വേണ്ടിയിട്ട് മാത്സ് ട്യൂട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ 2006 ആ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. പക്ഷെ അതിന് ഒത്തിരി വ്യൂവേഴ്സും ഒത്തിരി നല്ല ഫീഡ്ബാക്കും കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നിയത്. അതിനുശേഷം ഫുൾ ടൈം ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. വെരി ഗ്രേറ്റ്ഫുൾ, റൈറ്റ്? അപ്പൊ ഇതിന് ഇപ്പോഴും അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഒരു ഇൻട്രോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിനെ കുറിച്ചൊക്കെ കാണിച്ചു തരാം ഇപ്പൊ. അപ്പൊ ബ്രൗസർ എടുത്തിട്ട് ghanacademy.org എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ആയിരിക്കും വരുന്നത്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേണേഴ്സിനും സ്കൂൾ ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ പാരൻസിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ, 1-ൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രോഗ്രസ് ഒരു ഡാഷ്ബോർഡിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പാരൻസിന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യും. ഞാനിപ്പോൾ ഫസ്റ്റ് പാരൻസിന് എൻ്റെ ലോഗിൻ ചെയ്യാണ്. അപ്പോൾ പാരൻസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് Gmail അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ എൻ്റെ Gmail യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ പേജാണ് വരുന്നത്. ഇപ്പം ഇതിൽ യുവർ ചിൽഡ്രൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത എല്ലാ ചിൽഡ്രൻസിനെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഗ്രേസിനെ ഞാൻ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ചൈൽഡിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് എ ചൈൽഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക്, പാരൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ചൈൽഡിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആ ചൈൽഡിൻ്റെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ പ്രോഗ്രസ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. എപ്പോഴൊക്കെയാണോ എന്തൊക്കെയാണ് ചെയ്തത്, എത്ര ടൈം എടുത്തു, എത്ര സ്കോർ കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ കുട്ടിയുടെയും നമുക്ക് ഈ പാരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ വ്യൂ ചെയ്യാൻ പറ്റും. ഇനി കോഴ്സസിൻ്റെ അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാത്ത് pre-K മുതൽ 8th ഗ്രേഡ് വരെ. പിന്നെ 8th ഗ്രേഡ് മുതൽ ഹൈസ്കൂളും കോളേജും എല്ലാ കോഴ്സസും ഇവിടെയുണ്ട്. പിന്നെ സയൻസ്, ആർട്സ്, റീഡിങ്, പിന്നെ SAT പ്രിപ്പറേഷന് അതുകൊണ്ട് ഇവിടെ.
ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗ്രേഡിൻ്റെ ഒരു കോഴ്സ് എടുക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആഡ് ആൻഡ് സബ്ട്രാക്ട് വിത്തിൻ 20. What we want to do in this video is think about what is equal to 8 plus 6. And to help us out, we have 8 blocks shown right over here. And we have another 6 blocks shown in this pink color. So pause this video and see if you could figure it out. So there's a lot of ways to approach it. But one way that I like to do it is, let me see if I can make a group of 10 out of some of these blocks and then see how many of them are left over. So if I want to make a group of 10, I would use all of these 8. So 1, 2, 3, 4, 5, 6, 7, 8. And then I would need 2 more. And I could get those 2 more from this 6 here. And then I would have 1, 2, 3, 4 left over. And to see what that looks like, you can see that we could take all of the 8 and then 2 of the 6 to make a group of 10. And so I set that up as a whole bar. So we know that our answer is going to have 110. So this tells us that that is, let me write it this way, 110. And then how many ones? Well, we can see that right over here. We have 4 ones left over. So that is 4 ones. So if we think about place value, that's 110 and 4 ones, or 14. Now I'm going to take test. So we are going to get start quiz. Now it's time for a quiz. Let's go. Which toy describes the number of circles? 4 plus 4 plus 4 plus 4. Got it. Next question. 6 plus 8 is 14. Next question. Alex arranges toy cars. He put them in 3 rows and 3 cars in each row. 10 plus 3 is 13. Next question. Which image shows 5 plus 5 plus 5? This one. Yay, I got everything correct. ഇനി ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ഒരു പെർസെൻറ്റേജ് സെയിൽ കാൽക്കുലേഷൻ്റെ ഒരു വീഡിയോ. അതും കൂടി ഒന്ന് നോക്കാം. Say we're at the store and we're going to buy something and there's a sale. The sale says that it is 30% off. 30% off. And I'm interested, I don't shop at my 2 fancy stores. So let's say I'm interested in a pair of pants, and the pair of pants before the sale even is about $20. And that is about how much I spend on my pants. So I'm interested in a $20 pair of pants, but it's even better. There's a 30% off sale on these pants. Well, how would I think about how much I'm going to get off of that $20? And this isn't algebra yet. This is something that you've probably had exposure to. You would multiply the 30% times the $20. So you would say your discount is equal to, you could write it as 30% times $20. I'll do the $20 in purple. Or you could write it, if you wanted to write this as a decimal, you could write this as 0.30 times $20. And if you were to do the math, you would get $6. ഇപ്പോൾ കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഗ്രേസിൻ്റെ അക്കൗണ്ടിലാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. ലേണർ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സസാണ് കംപ്ലീറ്റ് ചെയ്തത്, ഏതൊക്കെ കോഴ്സസാണ് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ കാണാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഇഷ്ടമാവുമെന്ന് നോക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.